കണ്ണൂരിലെ റെട്രോ ഏവിയേഷൻ അക്കാദമിയുടെ നേതൃത്വത്തിൽ ജാമിയ ഹംദാർദ് കണ്ണൂർ ക്യാമ്പസിൽ ഫാഷൻ ഷോ സംഘടിപ്പിച്ചു. റെട്രോ ഏവിയേഷൻസിലെ 8 വിദ്യാർത്ഥികളാണ് ഫാഷൻ ഷോയിൽ പങ്കെടുത്തത്. റെട്രോ ഏവിയേഷൻ അക്കാദമിയിലെ കുട്ടികളുടെ കഴിവുകൾ വളർത്തിക്കൊണ്ടുവരിക, അവരെ ആത്മവിശ്വാസമുള്ളവരാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യം മുൻനിർത്തി നടത്തുന്ന വിവിധങ്ങളായ പരിപാടികളുടെ ഭാഗമായാണ് ഫാഷൻ ഷോ സംഘടിപ്പിച്ചത്. യൂണിഫോമിൽ തന്നെയാണ് കുട്ടികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. എട്ട് കുട്ടികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ആദ്യമായാണ് ഫാഷൻ ഷോയിൽ പങ്കെടുത്തതെന്നും ഏറെ സന്തോഷമുണ്ടെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. ഇന്നലെയാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് ഞങ്ങളോട് പറഞ്ഞത്. ഇന്ന് വളരെ 30 മിനിറ്റുള്ളൊരു ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഞങ്ങൾ ഇത് ഫുള്ള് കണ്ടക്ട് ചെയ്തത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും നല്ലോണം ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. ഫസ്റ്റ് ടൈമാണ്, അപ്പോൾ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇതുവരെ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ടീച്ചേഴ്സ് ആയാലും എല്ലാവരും നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു. ക്യാമ്പസിൽ നടത്തിയ ഫാഷൻ ഷോയിൽ 1ാം സ്ഥാനം നേടിയവർക്കുള്ള ക്യാഷ് പ്രൈസ് റെട്രോ ഏവിയേഷൻസ് ആണ് സ്പോൺസർ ചെയ്തതെന്നും ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതിലൂടെ കോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മറ്റു കുട്ടികൾക്ക് പ്രചോദനമാകുമെന്നും റെട്രോ ഏവിയേഷൻ CEO R. അർച്ചന, മാർക്കറ്റിംഗ് മാനേജർ വിഷ്ണു മോഹൻ എന്നിവർ പറഞ്ഞു. റെട്രോ ഏവിയേഷൻ കണ്ണൂർ ജി മോളിൽ 4th ഫ്ലോറിലാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ളത്. 1 ഇയറായി നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഡിപ്ലോമ കോഴ്സുകൾക്കാണ്. ഓൺലി ഏവിയേഷൻ മാത്രമാണ് ഫോക്കസ് ഓൺ ചെയ്യുന്നത്. ഈ വർഷം നമ്മൾ ഓൾറെഡി പൈലറ്റിംഗ് കൂടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ജാമിയ ഹംദാർദ് എന്ന് പറയുന്ന കോളേജിൽ മാനേജ്മെൻറ്റ് ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് റാംവാക്കിന് ഫസ്റ്റ് പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഞങ്ങളാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഒരു റാംവാക്കാണ് ഇപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടത്. ഇതിലൂടെ മറ്റു കുട്ടികൾക്ക് എന്താണ് ഏവിയേഷൻ, എങ്ങനെയാണ് ഒരു ഏവിയേഷൻ സ്റ്റുഡൻ്റ് ഉള്ളത്, അവരുടെ ഗ്രൂമിങ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈസിലി കുട്ടികൾക്ക് മനസ്സിലാവും. അതോടെ അവർക്ക് ഉള്ളിൽ ഏവിയേഷൻ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് എവിടെ തുടങ്ങണം, ഫസ്റ്റ് സ്റ്റെപ്പ് ബെസ്റ്റായിട്ട് വെച്ചില്ലെങ്കിൽ ശരിയാവില്ലത്. അപ്പോൾ അവർക്ക് ഞങ്ങളിലേക്ക് എത്താനുള്ള ഒരു വഴിയാണിത്. അവർക്ക് ഒരു ഇപ്പോൾ എയർപോർട്ടിൽ എയർലൈനിൽ വർക്ക് ചെയ്യാൻ നല്ലൊരു പാഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 1 വർഷം കൊണ്ട് നമുക്ക് അവരെ ഒരു ഏവിയേഷൻ പ്രൊഫഷണലാക്കി മാറ്റാൻ നമ്മളെ കൊണ്ട് പറ്റും. അക്കാദമിക് ഹെഡ് S. അർച്ചന തുടങ്ങിയവർ ഫാഷൻ ഷോയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.